നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയാറുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് പതുങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന UDF നടക്കുന്ന സംഭവ വികാസങ്ങളിലൊന്നും മുസ്ലിം ലീഗ് ഒരക്ഷരം മിണ്ടുന്നില്ല. ഒരു പ്രതികരണവും കാര്യമായി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. സാധാരണഗതിയിൽ UDF എന്ത് പടലപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്ന ചുമതല കൂടി മുസ്ലിം ലീഗിനായിരുന്നു. പണ്ട് കരുണാകരനും ആന്റണിയുമായുള്ള തർക്കവും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായുള്ള തർക്കവും കോൺഗ്രസിലെ മറ്റും പടലപ്പിണക്കങ്ങളും ഘടകകക്ഷികൾക്കിടയിൽ വരുന്ന തർക്കങ്ങളും കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും തമ്മിലുള്ള തർക്കങ്ങളും എല്ലാം പരിഹരിക്കുന്നത് പാണക്കട്ടത്തു നിന്നുള്ള ഒരു തിട്ടൂരവുമായിട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ലീഗ് പമ്മി മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അത്? UDF ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളിലൊന്നും ലീഗ് ചാടിക്കേറി ഇടപെട്ട് അഭിപ്രായം പറയുന്നില്ല. കോൺഗ്രസിൽ നടക്കുന്ന സംഭവവികാസങ്ങളിലാകട്ടെ UDF മറ്റ് സംഭവവികാസങ്ങളിലാകട്ടെ എന്തിന് മാണി ഗ്രൂപ്പിനെ UDF തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആശയം പോലും ഇപ്പോൾ മുസ്ലിം ലീഗ് ഉപേക്ഷിച്ചു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി പലതവണ ജോസ് കെ മാണിയുമായി സംസാരിച്ചിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. അങ്ങനെ UDF ജോസ് കെ മാണി വരും എന്നുള്ളൊരു വിശ്വാസമൊക്കെ UDF നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു അന്തരീക്ഷം ഒരുങ്ങി വന്നതുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇതിൽ നിന്നെല്ലാം പിന്നോക്കം പോവുകയാണ്. UDF എന്തും നടന്നോട്ടെ, ഞങ്ങളത് മാറി നിന്ന് വീക്ഷിക്കുകയാണ്. അവിടെ എന്ത് നടക്കുന്നുവെന്ന് നമുക്ക് നോക്കാം, ഈ കാത്തിരുന്ന് കാണാം എന്നുള്ള നിലപാടിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഏതായാലും ഇനി കഷ്ടിച്ച് 4-5 മാസങ്ങളേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 1.5 മാസവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 5 മാസവും മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് കാത്തിരുന്ന് കാണാമെന്നുള്ള നിലപാട് ലീഗ് കൈക്കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ലീഗ് എന്തിനാണ് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത്? കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളൊന്നിലും ലീഗ് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. UDF മീറ്റിങ്ങുകളിൽ പോലും ചിലപ്പോൾ ലീഗ് കാര്യമായി അഭിപ്രായം പറയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ലീഗിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ആ പാർട്ടിക്ക് ഒരു കണക്കുണ്ട്. ആ കണക്കിന് അപ്പുറം കാര്യമായിട്ട് മുകളിലേക്ക് പോവുകയോ താഴേക്ക് പോവുകയോ ചെയ്യില്ല. അതുകൊണ്ട് തങ്ങളുടെ സീറ്റുകൾ സുരക്ഷിതമാണെന്ന് ലീഗിന് നന്നായി അറിയാം. ഇനി കോൺഗ്രസിൻ്റെ സീറ്റുകൾ സുരക്ഷിതമാക്കേണ്ടതും ഭരണം പിടിക്കേണ്ടതും കോൺഗ്രസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. കാരണം വീണ്ടും UDF സർക്കാരിനെ ഭരണത്തിൽ കൊണ്ടുവരേണ്ടത് മുസ്ലിം ലീഗിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നാണ് അവർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. നേരത്തെ ലീഗ് സ്വന്തം ഉത്തരവാദിത്തമായി കണ്ട് കോൺഗ്രസ് നേതാക്കളെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും ഒക്കെ ജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമായിരുന്നു. എന്നാൽ ഇത്തവണ ലീഗ് സുരക്ഷിതമായി തങ്ങളുടെ ആളുകളെ ജയിപ്പിച്ചെടുക്കാൻ നോക്കുകയല്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വേണമെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ജയിക്കട്ടെ, അതിനുള്ള പിന്തുണ, ന്യായമായ പിന്തുണ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ നൽകും. എന്നാൽ ജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം കാര്യമാണ്, അവരുടെ ആവശ്യമാണ്, നിലനിൽപ്പ് എന്നുള്ളത് അവരുടെ വിഷയമാണ്, അവർ നോക്കണമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ഏതായാലും ലീഗ് പതുങ്ങി നിൽക്കുന്നതിന് മുന്നിൽ പല കാരണങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തുന്നുണ്ട്. എന്നാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം കിട്ടുമോ, ഭരിക്കാൻ ആവശ്യമായി ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ലീഗിന് എവിടെയൊക്കെ ചില സംശയങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം എന്നുള്ള നിലപാട് എടുക്കുന്നത്. ലീഗ് നിശബ്ദരായിരിക്കുക എന്ന് വെച്ചാൽ UDF ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാവുകയാണെന്നർത്ഥം. കോൺഗ്രസിലുള്ള പഠനപ്രകടനങ്ങളും ഏറ്റുമുട്ടലുകളുമാണ് ഇപ്പോൾ UDF രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ച് നിർത്തുന്നത്. ലീഗിൻ്റെ ഇടപെടലുകളൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ലീഗ് ഇപ്പോൾ പതുങ്ങിയിരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഉറച്ച തീരുമാനം കൈക്കൊള്ളാം. ഒരുപക്ഷേ UDF 3-ാം തവണ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ പിന്നെ ലീഗ് UDF ഉണ്ടാവില്ല. ലീഗ് ഇനി UDF ഭരണം ലഭിക്കുന്ന അവസ്ഥയുണ്ടായാൽ, പിണറായിയിൽ നിന്ന് ഭരണം തിരിച്ചു പിടിക്കുന്ന അവസ്ഥ UDF ഉണ്ടായാൽ അത് ലീഗിൻ്റെ പിന്തുണയോടുകൂടെ മാത്രമേ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്കുള്ള ഭൂരിപക്ഷമേ UDF ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അപ്പോഴും ലീഗ് തന്നെയായിരിക്കും അവസാന വാക്ക്. ഇതെല്ലാം നോക്കി വാച്ച് ചെയ്ത് കാത്തിരുന്ന് കാണാമെന്നുള്ള നിലപാടിലേക്ക് ലീഗ് പോവുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ലീഗ് പറഞ്ഞു കഴിഞ്ഞു.